നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വ്യാഴമാറ്റം കൊണ്ട് വിഷമതകളിൽ നിന്ന് കരകയറുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ്. വ്യാഴം എന്ന് വെച്ചാൽ ആരാ? സർവേശ്വരകാരകനും ഭാഗ്യകാരകനുമാണ് വ്യാഴം. സർവേശ്വരകാരനുള്ള വ്യാഴം പ്രസാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടസ്സമില്ലാതെ അനായാസേനയുള്ള ഐശ്വര്യ വരവ് അല്ലെ ഐശ്വര്യ വർധനമാണ് നമുക്കുണ്ടാകുന്നത്. നമുക്ക് ചെറിയൊരു ജോലി പോലും നമുക്ക് വലിയ അനായാസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ആരോഗ്യമുള്ള ഒരാളിന് നമുക്ക് എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടായാലും എത്ര വലിയ ബാധ്യതയുള്ള ഒരാളായാലും ഈ വ്യാഴപ്രീതി കൊണ്ട് നമുക്കവർ കരകയറാൻ പോകും. ഇവർക്ക് ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവും തൊഴിലും അങ്ങനെയുള്ള ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ട ദുരിതങ്ങളായാലും ഈ വ്യാഴം അനുകൂലത്തിലാവുന്നതോടെ മാറ്റം നമുക്കുണ്ടാവും. നമുക്ക് അതിനൊരു കാര്യം കൂടെ ചിന്തിക്കണം. ഇപ്പോൾ ഒരു ജ്യോതിഷനെ കണ്ടിട്ട് നമുക്ക് ആ മാറ്റം 1 മാസം 2 മാസം കൊണ്ട് അനുകൂലത്തിൽ വരുന്നില്ല എങ്കിൽ നല്ലൊരു ജ്യോതിഷനെ കണ്ടിട്ട് അതിൻ്റെ കാരണം എന്താണ് നമ്മൾ കണ്ടെത്തണം. ജാതകപ്രകാരം വ്യാഴം ദുസ്ഥാനത്ത് നിൽക്കുകയാണോ, വ്യാഴം ബലമില്ലാത്ത രാശിയിൽ നിൽക്കുകയാണോ, വ്യാഴം ഗുളികനോട് യോഗം ചെയ്ത് നിൽക്കുകയാണോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് ആ വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിൽ ആരൊക്കെ നിൽക്കുന്നു, വ്യാഴക്ഷേത്രമാണ് നമുക്ക് മീനൻ രാശി ധനുരാശി അവിടെയൊക്കെ ആരൊക്കെ നിൽക്കുന്നു എല്ലാം പരിഗണിച്ച ശേഷം വേണം നമുക്ക് ഈ ഒരു പൂർണ്ണമായൊരു കണ്ടെത്തലിലെ പൂർണ്ണമായൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്താനായിട്ട്. വ്യാഴം തത്ര മഹാവിഷ്ണു ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വലിയ ദുരിതങ്ങളായാലും അല്ലെ എത്ര വലിയ വ്യാഴദോഷങ്ങളായാലും വ്യാഴം പ്രതികൂലത്തിൽ നിൽക്കുന്ന അവസ്ഥയായാലും അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് വ്യാഴമാറ്റം കൊണ്ട് വിഷമതകളിൽ നിന്ന് കരകയറുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. അപ്പം നമുക്ക് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര ഇവർക്ക് 11ലാണ് നിൽക്കുന്നത് വ്യാഴം. 11 വ്യാഴം നിൽക്കുന്ന അവസ്ഥ ഏറ്റവും നല്ലതാണ്. ഇവർക്ക് മാറ്റം ഉണ്ടാവാനുള്ള അവസ്ഥകളായിട്ടുണ്ട്. അതുപോലെ കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം ഇവർക്ക് 9 നിൽക്കുന്ന അതിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴമാണ് പലവിധ ഭാഗ്യങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര ഇവർക്കും വ്യാഴം അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നത്. അടുത്ത വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഇപ്പം ഈ ഇത്രയും നക്ഷത്രങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിലും കണ്ടകശനി, അഷ്ടമശനി, ഏഴശനിയൊക്കെ അനുഭവിക്കുന്ന നക്ഷത്രക്കാരുണ്ട്. അപ്പം അതിന് അതാത് ദേവതകളെ, ഇപ്പം കണ്ടകശനി ആണെങ്കിൽ ഏഴശനിയായാലും അഷ്ടമശനിയായാലും ഒക്കെ അവരെ കൂടി, ഇപ്പോൾ ഉദാഹരണം ശാസ്താവിന് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി അങ്ങനെയുള്ള നക്ഷത്ര ദേവതയെ കൂടി അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ആ ശനിയെ പ്രീതിപ്പെടുത്താനുള്ള പരിഹാരങ്ങളൂടെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം വളരെ ഗുണകരമാണ്. അവർക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കാര്യവും ഇവർക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്ന ഒരവസ്ഥ. അതായത് നമുക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്ന മറ്റ് മോശാവസ്ഥയല്ല ഞാൻ പറഞ്ഞു കേട്ടോ. എത്ര വലിയ ദുരിതമായാലും ഇവർക്ക് കരകയറാൻ പറ്റും. എത്ര വലിയ സാമ്പത്തിക ക്ലേശമായാലും നമുക്ക് മുന്നേറാൻ പറ്റും. അതുപോലെ ഒരു ഇതാണ് കുംഭക്കൂർ എന്ന് പറഞ്ഞത്. കുംഭക്കൂറിന് 2ലാണ് വ്യാഴം നിൽക്കുന്നത്. കുംഭക്കൂറിന് 2 നിൽക്കുന്ന വ്യാഴം അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല് ഇവർക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അഭിവൃദ്ധികൾ സമ്മാനിക്കും. നമുക്ക് കിട്ടാക്കടങ്ങൾ കിട്ടുക, ആവശ്യ സമയത്ത് സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെയൊക്കെ സമ്പാദ്യം നമുക്ക് തരുന്ന അവസ്ഥകൾ വരിക, സമ്പാദ്യ ശീലങ്ങൾ നമുക്ക് പുതിയതായിട്ട് ആരംഭിക്കുക, വസ്തു, വീട്, അതുപോലെ നമുക്ക് ഗുണകരമല്ലാത്ത തൊഴിലാളികളെയൊക്കെ പിരിച്ചുവിട്ട് ഗുണകരമായിട്ടുള്ള നല്ല ജോലിക്കാരെയൊക്കെ സ്ഥാപനത്തിൽ വെക്കാനുള്ള അവസ്ഥ, നമുക്ക് അംഗീകാരങ്ങൾ, ബഹുമതികൾ, പ്രശസ്തികൾ ഒക്കെ കിട്ടാനുള്ള അവസ്ഥകൾ നമുക്ക് വ്യാഴം അനുകൂലത്തിലായി കഴിഞ്ഞാൽ ഉണ്ടാവും. ഇപ്പം നമുക്ക് ഇത്ര നാളും വിഷമിച്ചവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നവഗ്രഹത്തിലെ വ്യാഴത്തിനെയും അല്ലെ ബൃഹസ്പതിയെയും മഹാവിഷ്ണു ഭഗവാനെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. സഹസ്രനാമം ജപിക്കുക, വൈഷ്ണവയന്ത്രങ്ങൾ ജപിക്കുക, വൈഷ്ണവയന്ത്രങ്ങൾ അത് ജപിച്ച് അത് പൂജിച്ച് ഏലസായിട്ടൊക്കെ ധരിക്കുക. തീർച്ചയായിട്ടും വ്യാഴം അനുകൂലത്തിൽ വരും, സംശയമില്ലാത്ത കാര്യമാണ്. നമുക്കത് അനുകൂലത്തിൽ വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ജ്യോതിഷനെ കണ്ട് എന്തുകൊണ്ട് വ്യാഴം അനുകൂലത്തിൽ വരുന്നില്ല എന്ന് ചിന്തിച്ച് അതിനുള്ള പ്രതിവിധി ചെയ്ത് മുന്നോട്ട് പോയാൽ അടുത്ത വ്യാഴമാറ്റം വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഒരു മേൽഗതി ഉണ്ടാവും. സംശയിക്കുകയേ വേണ്ട. ഇനിയും ഇതുപോലുള്ളൊരു എപ്പിസോഡുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.